മലയാളം ക്ലാസ് 42 സ്വാഗതം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഡ് പ്ലസ് ഡ ഢ വാക്കുകൾ ശ്രദ്ധിക്കുക. വിഡ്ഢി, വിഡ്ഢി. ബോഡോ, ഫൂൾ. അടുത്തത് ദ് പ്ലസ് ധ ധ വാക്കുകൾ ശ്രദ്ധിക്കുക. വൃദ്ധൻ, വൃദ്ധൻ. ലലാക്കി തൂവ്, ഓൾഡ് മാൻ. ബുദ്ധിമാൻ, ബുദ്ധിമാൻ. ലലാക്കി ബിജ, വൈസ് മാൻ. അടുത്തത് ങ് പ്ലസ് ഖ ങ്ക ങ്ക വാക്കുകൾ ശ്രദ്ധിക്കുക. തിങ്കൾ, തിങ്കൾ. സ്നൈൻ, മൺഡേ. കങ്കാരു, കങ്കാരു, കങ്കാരു. വിഡ്ഢി, വിഡ്ഢി. വൃദ്ധൻ, വൃദ്ധൻ. ബുദ്ധിമാൻ, ബുദ്ധിമാൻ. തിങ്കൾ, തിങ്കൾ. കങ്കാരു, കങ്കാരു. നിങ്ങളുടെ നോട്ടിൽ ഒരു എക്സസൈസ് കൊടുത്തിട്ടുണ്ട്, ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, അക്ഷരങ്ങൾ പൂരിപ്പിക്കാൻ വേണ്ടി. അതൊക്കെ നിങ്ങൾ ചെയ്ത് പരിശീലിക്കുക. ഓക്കെ. അടുത്തത് കത്ത്, അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവുകൾ നമുക്ക് പരിചയപ്പെടാം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സിഫത്ത്. അത് നമ്മൾ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ അയൽവാസിയുടെ വീട് വലുതാണ്, എൻ്റെ വീട് ചെറുതാണ്. എൻ്റെ അയൽവാസിയുടെ വീട് വലുതാണ്, എൻ്റെ വീട് ചെറുതാണ്. റൂമ ജീറാൻ സായി ബുസ്സ, റൂമ സായി കിച്ചിൽ. ഇതിൽ ബുസ്സ വലുത്, കിച്ചിൽ ചെറുത്. ഇതാണ് കത്ത്, അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ഉദാഹരണം ശ്രദ്ധിക്കുക. ഉപ്പാൻ്റെ കാറ് മനോഹരമാണ്, എൻ്റെ സഹോദരൻ്റെ സൈക്കിൾ മോശമാണ്. ക്രേത്ത് സായി ചാന്തി, ബൈസിക്കിൾ അടി ബുറോ. ഇവിടെ ചാന്തി ഭംഗിയുള്ളത്, ബുറൂഖ് ഭംഗി ഇല്ലാത്തത്. ഇതാണ് അഡ്ജക്റ്റീവ്. അടുത്ത ഉദാഹരണം ശ്രദ്ധിക്കുക. തെങ്ങ് ഉയരമുള്ളതാണ്, ചെറിമരം ഉയരമില്ലാത്തതാണ്. പോക്കോ ക്ലാപ്പ് തിങ്കി, പോക്കോക് ചെറി റിണ്ട. ഇവിടെ തിങ്കി, തിങ്കി എന്ന വാക്ക് ഉയരമുള്ളത്, റിണ്ട ഉയരമില്ലാത്തത്. ഇതാണ് അഡ്ജക്റ്റീവ്. അടുത്ത ഉദാഹരണം ശ്രദ്ധിക്കുക. ഈ സഹോദരിയുടെ മുറി വൃത്തിയുള്ളതാണ്, അടുക്കളയിലെ തറ
വൃത്തിഹീനമാണ്. ബില്ലി കാക്ക ഇനി ബെർസി. ലാന്തായ് ദാപൂർ ഇത്തു കോത്തോർ. ഇവിടെ ബെർസി വൃത്തിയുള്ളത്, കോത്തോർ വൃത്തിഹീനമായത് അല്ലെങ്കിൽ വൃത്തിയില്ലാത്തത്. ഇതാണ് അഡ്ജക്റ്റീവ്. അടുത്ത ഉദാഹരണം കൂടി ശ്രദ്ധിക്കുക. മദ്രസ അൽ ഇർഷാദിയ അടുത്താണ്. എൻ്റെ സ്കൂൾ ദൂരെയാണ്. മദ്രസ അൽ ഇർഷാദിയ ഡിക്കാർ. സ്കോള സായി ജാവോ. ഇവിടെ ഡിക്കാർ അടുത്ത്, ജാവോ ദൂരെ. ഇതാണ് അഡ്ജക്റ്റീവ്. അടുത്ത ഉദാഹരണം. ആ നിഘണ്ടു കട്ടിയുള്ളതാണ്. ഈ നോട്ട് ബുക്ക് നേരിയതാണ്. കാമൂസ് ഇത്തു തിബാൽ. ബുക്കു തുലീസ് ഇനി നിപ്പീസ്. ഇവിടെ തിബാൽ കട്ടിയുള്ളത്, നിപ്പീസ് കട്ടിയില്ലാത്തത്. ഇതാണ് സിഫത്ത്. അടുത്ത ഉദാഹരണം ശ്രദ്ധിക്കുക. കടുവ വേഗത്തിൽ ഓടും. ആമ പതുക്കെ നടക്കുന്നു. ഹരിമാവു ബെർലാറി പാന്താസ്. കുറുക്കുറ് ബെർജലാൻ പെർലഹാൻ. ഇവിടെ പാന്താസ് വേഗത്തിൽ, പെർലഹാൻ പതുക്കെ. സഹോദരന് ചിരിക്കാൻ ഇഷ്ടമാണ്. സഹോദരി എന്നും കരയലാണ്. അബാങ് സുക്ക് കിതാവ് അടി സ്ലാലു മുനാങ്ങീസ്. ഇവിടെ കിതാവ് ചിരിക്കുക, മുനാങ്ങീസ് കരയുക. അടുത്ത ഉദാഹരണം ശ്രദ്ധിക്കുക. ആ റോസാപ്പൂവ് സുഗന്ധമുള്ളതാണ്. ഈ ചവറ്റുകൊട്ട ദുർഗന്ധം ഉള്ളതാണ്. ബുങ് റോസ് ഇത്തു ഹറോം. തോങ് സംബ ഇനി ബുസോ. ഇവിടെ ഹാറൂം സുഗന്ധമുള്ളത്, നല്ല വാസനയുള്ളത്. ബുസു ദുർഗന്ധം ഉള്ളത്, ചീത്ത വാസനയുള്ളത്. എൻ്റെ സഹോദരൻ ഉത്സാഹിക്കുന്നവനാണ്. എൻ്റെ സഹോദരി മടിയത്തിയാണ്. അബാങ് സായിങ് റാജീൻ അഡീഖ് സായി മാലാസ്. ഇവിടെ റാജീൻ ഉത്സാഹം, മാലാസ് മടി. ഇതിനാണ് സിഫത്ത് എന്ന് പറയാം.